നമസ്കാരം. ഓൾസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് വീഡിയോകളും വർക്കുകളും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഫാമിലികളൊക്കെ എല്ലാവർക്കും വൈറൽ ഫീവർ പിടിച്ചിട്ട് എല്ലാവരും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയി 1.5 മാസം ഷട്ട് ഡൗൺ ആയിപ്പോയി. അങ്ങനെ വർക്കുകളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എനിക്ക് ശ്വാസം മുട്ടലും മറ്റു കാര്യങ്ങളായിട്ട് സോൾഡറിങ്ങിൻ്റെ പുക അങ്ങനെയൊന്നും അടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കിട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നിർത്തി വയ്ക്കേണ്ടിരുന്നു വർക്കുകളൊക്കെ. അപ്പം പുതുതായിട്ട് വീണ്ടും വർക്കും വീഡിയോകളായിട്ടൊക്കെ വരികയാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. ഇന്ന് എൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ഓർഡറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആംപ്ലിഫയർ ഒക്കെ ചെയ്യാൻ വേണ്ടി. കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റി, കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റിയില്ല, പെൻഡിങ് ആയിപ്പോയി. അപ്പോൾ അതൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഉടനെ നമ്മൾ ആംപ്ലിഫയറൊക്കെ എത്തിച്ചു കൊടുക്കുന്നതാണ്. പുതിയൊരു വർക്ക് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് വീഡിയോ കണ്ടിട്ട് ഓർഡർ തന്ന ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആലപ്പുഴയിലൊരു കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്ക് വേണ്ടി ഒരു 5.2 ആംപ്ലിഫയർ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് വിട്ടിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അതായത് 350 വാട്ട്സ് വെച്ച് 2 സബ് ഔട്ടാണ് ഇതിൽ ചെയ്തേക്കുന്നത്. പിന്നെ റിമോട്ട് കിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, HDMI കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട്, LED സ്പെക്ട്രം ഉപയോഗിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ക്യാബിനെല്ലാം നമ്മൾ പറഞ്ഞു ചെയ്യിച്ചാണ്. ക്യാബിന് ഫ്രണ്ട് ഡയലൊക്കെ ഫ്രണ്ടും ബാക്കും ചെയ്തിട്ടുണ്ട്. മൊത്തം ബനാന സോക്കറ്റൊക്കെ ഇട്ട് ഒരു അത്യാവശ്യം നല്ല ലുക്കിലുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ടോട്ടൽ വന്നപ്പോൾ അത് 31,000 രൂപ ആയിട്ടുണ്ട് ചെയ്തു വന്നപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു 5.2 എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ മറ്റുള്ളവരിൽ കൂടെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആംപ്ലിഫയർ എങ്ങനെയാണ് ചെയ്തേക്കണതെന്ന് നോക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് 5.2 ആംപ്ലിഫയറിൻ്റെ. പിന്നെ ഇൻസൈഡിലോട്ട് വരുമ്പോൾ ആദ്യം കാണും പവർ സപ്ലൈ, ട്രാൻസ്ഫോമർ, 2 ചെറിയ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, കരോക്കെ ബോർഡ്, റിമോട്ട് കിറ്റ്, സ്റ്റീരിയോ ബോർഡ്, ഒരു സ്വിച്ചിങ് കൺട്രോൾ ബോർഡ്, പിന്നെ സബിൻ്റെ ബോർഡുകൾ, 3 ചാനൽ ബോർഡ്, പിന്നെ സോഫ്റ്റ് സ്റ്റാർട്ട് സ്വിച്ച്, HDMI ബോർഡ്, 2 ഫാൻ വരുന്നുണ്ട്, സ്പീക്കർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ കൂടെ ഫാൻ കൺട്രോളും കൂടെ വരുന്ന ഒരു ഇതാണ് എക്സ്ട്രീം ഓഡിയോസിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. നമ്മൾ തന്നെ ചെയ്യുകയാണ്. സാറിന് സമയമില്ലാത്തതുകൊണ്ട്, സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ബോർഡ് വാങ്ങിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. സോഫ്റ്റ് സ്റ്റാർട്ട് സ്വിച്ചൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൽ സോഫ്റ്റ് സ്റ്റാർട്ട് സ്വിച്ചിന് വേണ്ടിയാണ് ഒരു ട്രാൻസ്ഫോമർ, ചെറിയ ട്രാൻസ്ഫോമർ വരുന്നത്. പിന്നെ ഒന്ന് കരോക്കയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. പക്ഷേ പിന്നെ ആംപ്ലിഫയറിൻ്റെ പുറകിലോട്ട് വന്നാൽ AC സോക്കറ്റ്, ബനാന സോക്കറ്റ്, 5.2 ആയതുകൊണ്ട് സബ് ഓഫ് ചെയ്യാൻ വേണ്ടി ഒരു അഡീഷണൽ സ്വിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് തന്നെ സെക്കൻഡ് സബിൻ്റെ കണക്ഷൻ വരുന്നത്. സബിന് വേണ്ടി ഓഫ് വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. പിന്നെ കരോക്കെ ഓണും ബാക്കിലാണ് വരുന്നത്. പിന്നെ HDMI OXൽ ഒപ്റ്റിക്കൽ അഡീഷണൽ എക്സ്റ്റേണൽ ഇൻപുട്ട് എല്ലാം കൊടുക്കുന്ന രീതിയിലാണ് ഒരു ആംപ്ലിഫയറാണ് ചെയ്തിരിക്കുന്നത്.